Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2 മാസത്തെ മധ്യവേനൽ അവധിക്കാലത്തിന് വിരാമമിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് വീണ്ടും സജീവമായി. പുതുപുത്തൻ കുടയും കുപ്പായവും ബാഗുമായി അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളും വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്നതോടെ പ്രവേശനോത്സവ നഗരികൾ ആവേശത്തിലായി. പയ്യന്നൂർ ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. പാഠം 1 പുതുയുഗ വിദ്യാലയം എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ വി കുഞ്ഞികൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ ഉപജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവേശനം നേടുന്ന കുട്ടികളുടെ അവസ്ഥ ഒറ്റവാചകത്തിലാണെങ്കിലും അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്ത് പുതുതായി ഒരന്തരീക്ഷത്തിലേക്ക് മാറി വരുന്നവരാണ് 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾ. കേരളത്തിൽ അംഗൻവാടികൾ ആരംഭിച്ചതോടുകൂടി അതിലൊരു മാറ്റം വരികയും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൂട്ടായി ഇടപഴകാനുള്ള ഒരവസരം സംജാതമാവുകയും ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് അധ്യക്ഷത വഹിച്ചു. SABTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് SM സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഡ് കൗൺസിലർമാരായ വൈശാഖ് C, ഫർസാന MS, AEO സംഗീത KKP, സ്കൂൾ HM മുഹമ്മദ് റഫീഖ് KP, വിനോദ് കുമാർ MV, ഡയറ്റ് ഫാക്കൽറ്റി രാകേഷ് K, സ്കൂൾ മാനേജർ അബ്ദുൾ മുത്തലീബ്, PTA പ്രസിഡന്റ് ജലാൽ കാങ്കോൽ, മദർ PTA പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവരും വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം പുതിയതായി സ്കൂളിലേക്ക് എത്തിയ കുരുന്നുകളെ വരവേൽക്കുന്നതിനായി ഉല്ലാസ പൂങ്കാറ്റി എന്ന പേരിൽ പ്രത്യേക കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ ജിത്തു കൊടക്കാട് അവതരിപ്പിച്ച പരിപാടി കുട്ടികൾക്ക് വേറിട്ട ദൃശ്യവിരുന്നായി മാറി. മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് പുതിയ കൂട്ടുകാരെ ക്യാമ്പസിലേക്ക് സ്വീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ MLAയും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് വാര്യർക്ക് നേരെ ഫോണിലൂടെ വധഭീഷണി. ചെറുവത്തൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് തൃക്കരിപ്പൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് MLAയ്ക്ക് നേരെ വധഭീഷണി സന്ദേശമെത്തിയത്. ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വന്നിട്ടുള്ള ഒരു അൺനോൺ കോളാണ്. അതിൽ ഒരു ത്രട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊല്ലുന്നു കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അത് പോലീസിന് അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തു. അതിൻ്റെ ഒരു കോൾ റെക്കോർഡിൻ്റെ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, അത് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ.
കാസർഗോഡ് റവന്യൂ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം കൈക്കോട്ടുകടവ് PMSA പൂക്കോയ തങ്ങൾ സ്മാരക VHSSൽ നടന്നു. വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഓൺലൈനായി നിർവഹിച്ചു. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാതല പ്രവേശനോത്സവം കൈക്കോട്ടുകടവ് PMSA പൂക്കോയ തങ്ങൾ സ്മാരക VHS സ്കൂളിൽ നടന്നു. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് വലിയ അഭിമാനമുണ്ട്. നമുക്ക് തൃക്കരിപ്പൂരിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടുത്തെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യകളുടെ രംഗത്ത് ടെക്നോ പാർക്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ തൃക്കരിപ്പൂരിന് വേണ്ടി ചർച്ച നടത്തി കഴിഞ്ഞു. എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആ കാര്യത്തിലൊക്കെ നമ്മൾ പരിശോധന നടത്തി വരികയാണ്. അതോടൊപ്പം ഈ മാസം 15-ാം തീയതി SLC+2 ഉന്നത വിജയം നേടിയിട്ടുള്ള തൃക്കരിപ്പൂരിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും MLAയുടെ എക്സലൻസ് അവാർഡ് ഉണ്ടായിരിക്കും. 15-ാം തീയതിയാണ് തൃക്കരിപ്പൂരിൽ അത് നടക്കുന്നത്. A+ നേടിയ ഈ തൃക്കരിപ്പൂരിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും MLAയുടെ എക്സലൻസ് അവാർഡ് ഉണ്ട്. അത് 15-ാം തീയതി നടക്കും. അതിന്റെ വെന്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എൻ്റെ എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്, എല്ലാ ആശംസകളും നേരുകയാണ്. ഇവിടെ ഇന്ന് 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് 2-ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനത്തിന് ചുവടുകൾ വെച്ചു. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി V. സവിത സ്വാഗതം ആശംസിച്ചു. കാസർഗോഡ് മണ്ഡലം MLA കല്ലട്ര മാഹിൻ ഹാജി, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPMന്റെ നേതൃത്വത്തിലുള്ള അക്രമ രാഷ്ട്രീയവും ജനാധിപത്യ ധ്വംസനങ്ങളും ഉടനടി അവസാനിപ്പിക്കണമെന്ന് V. കുഞ്ഞികൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. മണിയറയിൽ സ്ഥാപിച്ച കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തീവച്ചു നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശത്ത് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനാണ് CPMലെ ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ വലിയ തോതിൽ ഒലിച്ചുപോകുമെന്ന് CPM നേതൃത്വം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും V. കുഞ്ഞികൃഷ്ണൻ MLA ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ചിലയിടത്ത് എഴുതിയ ചുമര് ഇരുട്ടിന്റെ മറവിൽ മായ്ച്ചു കളഞ്ഞ് അത് LDFന്റെ ചുമരെഴുത്താക്കി മാറ്റിയ അനുഭവം ഈ പയ്യന്നൂരിലുണ്ടായി. ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം പയ്യന്നൂരിലുണ്ടായിട്ടില്ല. കേരളത്തിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. ചുമര് ബുക്ക് ചെയ്യുന്നതും എഴുതുന്നതും ഒക്കെയായി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പലയിടത്തും. പക്ഷെ ഒരു കക്ഷി എഴുതിയ ചുമർ മറ്റൊരു കക്ഷി മായ്ച്ച് അവരുടെ ചുമരെടുത്ത് നടത്തുന്ന ഒരു രീതി ഇതിനു മുമ്പ് കാണാത്തതാണ്. അതും ഈ പയ്യന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരങ്ങേറി. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K. ജയരാജ്, മധു എരമം, KV മോഹനൻ, TM സദാനന്ദൻ, മുരളി പള്ളത്ത്, രാജേഷ് മല്ലപ്പള്ളി, P. ശങ്കരൻ, PP ഭാസ്കരൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ കലശ മഹോത്സവം. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി മീനമൃത് വരവ്, തട്ടുവരവ് എന്നിവ നടന്നു. പുഷ്പാലങ്കൃതമായ 2 തട്ടുകൾ ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾ ആവേശത്തോടെ തട്ടുപറിക്കുന്നു.
തുടർന്ന് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകൻ, മാഞ്ഞാളമ്മ, വേട്ടുവച്ചേകവൻ, ചുഴലി ഭഗവതി, കാളരാത്രി, സോമേശ്വരി എന്നീ തെയ്യക്കോലങ്ങൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ നല്ല മിടുക്കരായി പഠിക്കണം. സ്വപ്നങ്ങളുണ്ട എന്ത് സ്വപ്നം? എന്തെല്ലോ സ്വപ്നം. എന്താ രാത്രി കുളിച്ചിട്ട് കാര്യങ്ങൾ സ്വപ്നം. ഞാൻ ആ സ്വപ്നമല്ല ചോദിച്ചത്, ഉറങ്ങുമ്പോഴല്ല. ഉണർന്നിരിക്കുമ്പോഴാണല്ല. പി വി ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ കെ പി സംഗീത, കെ വി ലേഖ, കെ നീതു, കെ രഞ്ജിത്ത്, ടി വി ധനേഷ്, കെ വി സുധീഷ്, എ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവവും സൗജന്യ ഖാദി യൂണിഫോം വിതരണവും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി മുൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രവേശനോത്സവവും സൗജന്യ ഖാദി യൂണിഫോം വിതരണവും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി മുൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ചടങ്ങിന് വളരെയധികം പ്രാധാന്യം. കാരണം ഒന്ന്, ഇതൊരു ഗവൺമെൻറ് എൽ പി സ്കൂളാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ അൺഎയ്ഡഡ് സ്കൂളുകൾ, അതായത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളുകൾ വലിയ നിരക്ക് ഉയർന്നു വരുമ്പോൾ ഈ വലിയചാല എൽ പി സ്കൂൾ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളാണ്. വാർഡ് മെമ്പർ എ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എസ് ഐ ഭാസ്കരൻ ടി വിയാണ് കുട്ടികൾക്ക് യൂണിഫോം സൗജന്യമായി നൽകിയത്. പ്രഥമാധ്യാപിക ഷീജ വി, ഭാസ്കരൻ ടി വി, എം വി രാമൻ മാസ്റ്റർ, ടി ദാമോദരൻ മാസ്റ്റർ, രമേശൻ ചെറൂട്ട, രമേശൻ സി, സുധീർ കെ, പി ഗണേശൻ, പി ഉഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ കെ വി, പഞ്ചായത്ത് അംഗം സൗമ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി എ വി സുമേഷ്, ബഡ്സ് സ്കൂൾ ടീച്ചർ എൻ ജെ ജ്യോതി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രക്ഷിതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീനാഥ് ഡിസ് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് ബാഗുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമാലയം ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം ഉത്സവഛായയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമാലയ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം ഉത്സവഛായയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലേക്കും പ്രവേശനോത്സവം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ ഈ കേരളത്തിൽ ഈ പ്രാവശ്യം പ്രവേശനം നേടുന്നത്. സ്കൂൾ പ്രവേശനോത്സവം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളുകളിൽ ഒന്നാണ് കരുളപ്പെടം ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ക്ഷേമാലയം ബഡ്സ് സ്കൂൾ.
വിദ്യാഭ്യാസം സാർവത്രികമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിനകത്ത് വിവിധ തലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആർ കെ സുധാമണി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പി നിഷ, സജിനി കെ, VV പ്രദീപൻ, വരുൺ ചന്ദ്രൻ, PP സുരേന്ദ്രൻ, സുജാത PU, E പ്രഭാവതി, ദീപിക A, C ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹസ്പർശം, സാന്ത്വനം, ഭാരവാഹികൾ സ്കൂൾ ബാഗുകൾ കൈമാറുന്ന ചടങ്ങും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പറവൂർ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറവൂർ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഏറ്റുവാങ്ങി. M നിഷ അധ്യക്ഷത വഹിച്ചു. VA കോമളവല്ലി, പ്രീത ലക്ഷ്മണൻ, T സുലജ, സൈജു പത്മനാഭൻ, ഭാസ്കരൻ, സജികുമാർ, PK സജിത, MV പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ 1ാം ക്ലാസ്സിലെ പ്രവേശനത്തിൻ്റെ എണ്ണം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന സ്കൂളായിട്ട് കൂക്കാനം ഗവൺമെൻറ് UP സ്കൂൾ മാറുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒന്നായിട്ടും നമ്മുടെ സ്കൂൾ മാറുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാഠ്യരംഗത്ത് മാത്രമല്ല. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുജാത, പ്രഥമാധ്യാപകൻ രവി, രാജശ്രീ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂളിന് പുതിയ കെട്ടിടവും സ്മാർട്ട് ക്ലാസ് റൂമും ആക്കുന്നതിനായി SBT റീജിയണൽ ബിസിനസ് ഓഫീസ് കാഞ്ഞങ്ങാടിന്റെ 5 ലക്ഷം രൂപ മാനേജർ രാകേഷ്, ആരിഷ് അശോകൻ എന്നിവർ ചേർന്ന് കൈമാറി. ജന്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അനുഷ AV ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV ലേജു ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ ഗഫൂർ K ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീലത P, T നാരായണൻ, പ്രഥമാധ്യാപിക സുലേഖ P, പ്രിൻസിപ്പൽ CBG നായർ, ഉഷ KV തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് SPC ക്യാമ്പിൽ സെറിമോണിയൽ പരേഡ് നയിച്ച ശ്രീനന്ദ K, ദേശീയ ത്രോബോൾ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവനന്ദ K എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റുകൊണ്ട് കുഞ്ഞിമംഗലം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാഠമൊന്ന് പുതുയുഗ വിദ്യാലയം എന്ന സന്ദേശമുയർത്തിപ്പിടിച്ചാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. നവാഗതരായ കുട്ടികളെ വരവേൽക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ MV വിനോദ് കുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കുള്ള പഠന കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. അനുബന്ധമായി നടന്ന ഡിജിറ്റൽ AC ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു നിർവഹിച്ചു. SMC ചെയർമാൻ M സത്യൻ, CRC കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ T, PV പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് ശ്രീധന്യ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KM ഷർമിള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ മൈതാനത്ത് നിന്നും വിദ്യാർത്ഥികൾ ചേർന്ന് ആകാശത്തേക്ക് വർണ്ണ ബലൂണുകൾ പറത്തിയത് പ്രവേശനോത്സവത്തിന് ചാരുത പകർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സംസ്ഥാന പ്രവേശനോത്സവ ഗാനത്തിനൊപ്പം തന്നെ പുറത്തിറക്കിയ പ്രാദേശിക പ്രവേശനോത്സവ ഗാനം ശ്രദ്ധയാകർഷിക്കുന്നു. നിരവധി ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച് പ്രശസ്തി നേടിയ ബൈജു കാങ്കോലാണ് പ്രവേശനോത്സവ ഗാനം രചിച്ചത്. വിളയാങ്കോട് സ്വദേശിയായ ശിവനന്ദാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിനിറങ്ങുന്ന ഗാനത്തിനെ പോലെ തന്നെ അതേ മികവിൽ ഒരു ഗാനം നമ്മുടെ പയ്യന്നൂരും ഒരുങ്ങുകയാണ്. കാങ്കോൾ സ്വദേശിയായ ബൈജു കാങ്കോലും അതുപോലെ വിളയാങ്കോട് സ്വദേശിയായ ശിവനന്ദുമാണ് ഇതിൻ്റെ ഗാനരചയിതാവും അതുപോലെ പാടിയതും. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. പുതിയ അധ്യയന വർഷത്തെ ആവേശപൂർവ്വം വരവേൽക്കാനൊരുക്കിയ സ്കൂൾ പ്രവേശനോത്സവ ഗാനം ശ്രദ്ധ നേടുന്നു. കുട്ടികളുടെ വിദ്യാലയ പ്രവേശനത്തിന്റെ സന്തോഷവും പഠനത്തിന്റെ പ്രാധാന്യവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഗാനത്തിന്റെ ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബൈജു കാങ്കോലാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് ശിവനന്ദാണ്. സ്കൂൾ ജീവിതത്തിന്റെ മധുരസ്മരണകളും പുതിയ സൗഹൃദങ്ങളും അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പും ഗാനത്തിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഹൃദയസ്പർശിയായ അനുഭവം സമ്മാനിക്കുന്ന രീതിയിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും വിദ്യാലയങ്ങളുടെ സാമൂഹിക പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം പ്രവേശനോത്സവ പരിപാടികൾക്ക് കൂടുതൽ നിറം പകരുന്നതാണ്. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും ആത്മവിശ്വാസവും പകരുന്ന സന്ദേശമാണ് ഗാനത്തിലൂടെ കൈമാറുന്നത്. സംഗീതവും വരികളും ആലാപനവും ഒത്തുചേരുന്ന ഈ പ്രവേശനോത്സവ ഗാനം ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക മാധ്യമങ്ങളിലും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കളിച്ചിരി കഥയാൽ അവർ വളർന്നു. ഇളവയിൽ വേനൽ തുമ്പികളായി നാം കരിമുകിൽ നിറമാം മഷിക്കറുപാലെ മഴത്തുള്ളി കളം നിറച്ചു. അവ അക്ഷരജാലങ്ങളായി ഇനി പ്രവേശനോത്സവമായി പ്രവേശനോത്സവമായി. അപ്പോൾ ബൈജു കാങ്കോൽ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒരു സ്കൂൾ പ്രവേശന ഗാനം എഴുതുന്നത്. ഇപ്പം 4 വർഷത്തോളമായി സ്കൂൾ പ്രവേശന ഗാനം രംഗം എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് ആ ഒരു മേഖലയിലെത്തിയത്? ആദ്യമായി തന്നെ ഗാനരചന രംഗത്ത് എങ്ങനെയാണ് എത്തിയത്? ഗാനരചന രംഗത്ത് 20 വർഷത്തോളമായി ഞാൻ ഈ രചനാരംഗത്ത്. ഗാനരചന ചെറുകഥ തുടക്കത്തിൽ ഞാൻ ആകാശവാണിയിലെ ചെറുകഥകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞത്. അവിടുന്ന് കൂടുതലായിട്ടും എനിക്ക് ഭക്തിഗാന രചനകളാണ് കൂടുതലായിട്ടും അവസരങ്ങളുണ്ടായത്. ഇപ്പോൾ പ്രവേശനോത്സവ ഗാനം ഇത് എൻ്റെ 4ാമത്തെ പ്രവേശനോത്സവ ഗാനമാണ്. 2018, 2020, അതിനുശേഷം 2025, പിന്നെ ഇപ്പം 2026 4 പ്രവേശനോത്സവ ഗാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന പ്രവേശനോത്സവ ഗാനത്തിൻ്റെ അതേ ഒരു മെജോറിറ്റി നമുക്ക് എല്ലാ സ്കൂളുകളിൽ നിന്നും ഓഫീസിൽ നിന്നായിട്ട് നമുക്ക് ഈ ഗാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിനും അതേ ഒരു സ്വീകാര്യത ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പാട്ട് പാടുമ്പോൾ സ്കൂളിൽ നിന്നും അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരോടും പറഞ്ഞോ ഇങ്ങനെ സ്കൂളിൽ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പം സ്റ്റാർ ആവുമല്ലോ അല്ലേ? അല്ലേ? 4ാം തവണയാണ് ബൈജു കാങ്കോൽ എന്ന ഗാനരചയിതാവ് സ്കൂൾ പ്രവേശനോത്സവ ഗാനം ഒരുക്കുന്നത്. അതേപോലെ മുൻവർഷങ്ങളിൽ കിട്ടിയ അതേ സ്വീകാര്യത കിട്ടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അതുപോലെ ഇത് പാടിയ ശിവനന്ദിൻ്റെ പ്രതീക്ഷയും. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. സന്ദീപ് വാര്യർ MLA ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവാഗതരായ കുരുന്നുകൾക്ക് തൊപ്പിയും കടലാസ് നിർമ്മിത പുഷ്പവിശറിയും നൽകി സ്വീകരിച്ചു. അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് 1ാം ക്ലാസ്സുകാരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂൾ പ്രധാന കവാടത്തിൽ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. പ്രവേശനോത്സവം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാടാണ്. കാരണം രക്ഷിതാക്കൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും, കുട്ടികൾ അരമുറിയിട്ട് കരയുന്നുണ്ടാവും, അവരെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും.
പക്ഷെ എൻ്റെ 1ാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം എനിക്ക് വലിയ രസമായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുഖ്യാധ്യാപിക N മിനി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന, പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, MPTA പ്രസിഡന്റ് AG ആയിഷ ബി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചരിത്രത്തിലേക്ക് മറയാനൊരുങ്ങി ഒരു വിദ്യാലയം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പാട്യമ്മ AUP സ്കൂളിലാണ് തുടർച്ചയായി 3ാം വർഷവും 1ാം ക്ലാസ്സിൽ കുട്ടികൾ എത്താതിരുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിദ്യാലയം ഒരു ഓർമ്മ മാത്രമാകും. ചരിത്രത്തിലേക്ക് മറയാൻ ഒരുങ്ങി ഒരു വിദ്യാലയം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പാട്യമ്മ AUP സ്കൂളാണ് അനിവാര്യമായ ഈ ദുർവിധി ഏറ്റുവാങ്ങാനൊരുങ്ങുന്നത്. 2024 അധ്യയന വർഷമാണ് ആദ്യമായി ആരും ഇവിടെ 1ാം ക്ലാസ്സിൽ ചേരാൻ എത്താതിരുന്നത്. ഇത്തവണ തുടർച്ചയായി 3ാം വർഷവും 1ാം ക്ലാസ്സിൽ കുട്ടികളെ ആരും ചേർക്കാൻ എത്തിയില്ല. അധ്യാപകർ വഴിക്കണ്ണുമായി കാത്തിരുന്നത് വെറുതെയായി. നാട്ടിലെല്ലായിടത്തും വേണ്ട രീതിയിൽ പറഞ്ഞതാണത്രേ. ദേശീയപാത വികസനം വിദ്യാലയത്തെ നാട്ടുകാരിൽ നിന്നകറ്റി എന്ന് പറയുന്നത് ഭാഗികമായി മാത്രം ശരിയാകാം. പ്രവർത്തിക്കാൻ നല്ലൊരു മനസ്സും ഒരു പൊതുവിദ്യാലയം നിലനിൽക്കണമെന്ന ആഗ്രഹവുമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. 7 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വിദ്യാലയം ആരുടെയൊക്കെയോ ചില വാശികൾ കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ വിദ്യാലയം ഒരു ഓർമ്മ മാത്രമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PM ആർഷോയിനെ തൃക്കരിപ്പൂരിന്റെ മരുമകൻ. SFI നേതാവ് തൃക്കരിപ്പൂർ മണിയനോടിയിലെ K വിദ്യയുമായി തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹിതനായത്. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ ആർഷോയും വിദ്യയും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തത്. തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്ന വിവാഹത്തിന് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ VP സാനുവും SFI മുൻ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ K അനുശ്രീയും സാക്ഷികളായി ഒപ്പുവച്ചു. വിദ്യയുടെ അമ്മ സുശീലയും സഹോദരി ദിവ്യയും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ മുൻ MLA TI മധുസൂദനൻ, SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, CPM, DYFI, SFI നേതാക്കളും ഉൾപ്പെടെ വിവാഹത്തിൽ പങ്കെടുത്തു. രജിസ്ട്രാർ ഓഫീസിനകത്ത് രജിസ്ട്രിംഗ് ഓഫീസർ VV സജിത്തിനു മുന്നിൽ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവച്ച ശേഷം മുല്ലമാല പരസ്പരം അണിയിച്ച ദമ്പതികൾക്ക് സുഹൃത്തുക്കൾ ബൊക്കയും നൽകി. സുഹൃത്തുക്കൾ കുരവയിട്ടും വിസിലടിച്ചും പിന്തുണ അറിയിച്ചു. പങ്കെടുത്തവർക്കെല്ലാം ലഡ്ഡു വിതരണവും നടന്നു. വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആർഷോയോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും സന്തോഷം എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. പയ്യന്നൂർ ടൗണിലെ ഹോട്ടലിലാണ് കുറച്ചുപേർക്ക് മാത്രം ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. പിന്നീട് ആർഷോയും വിദ്യയും പാലക്കാട്ടേക്ക് പോകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കേളോത്ത് നാരങ്ങാത്തോട് ശുചീകരിച്ചു. ശുചീകരിച്ച സ്ഥലം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരീൻ ശശി സന്ദർശിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കേളോത്ത് നാരങ്ങാത്തോട് ശുചീകരിച്ചു. ശുചീകരിച്ച സ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരീൻ ശശി സന്ദർശിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ 46 വാർഡുകളും ശുചീകരിക്കുന്നതിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ 2ാം ഘട്ടം എന്ന രീതിയിലാണ് പയ്യന്നൂർ നഗരത്തെ തന്നെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തോടായ നാരങ്ങാത്തോട് ശുചീകരിച്ചത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ട ഈ തോടാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസമായല്ലേ, കഴിഞ്ഞ ഒരു മാസമായി മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 46 വാർഡും ബന്ധിപ്പിക്കുന്ന നിലയിൽ എല്ലാ വാർഡുകളിലും ആദ്യഘട്ട ശുചീകരണം പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ പയ്യന്നൂർ നഗരത്തിന് ഉള്ളിൽപ്പെടുന്ന ഡ്രെയിനേജുകളും മറ്റുമെല്ലാം നേരിട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ക്ലീനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ ടൗണിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തോടാണ് നാരങ്ങാത്തോട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നാരങ്ങാത്തോടിലാണെങ്കിൽ വലിയ നിലയിൽ മണലടിഞ്ഞുകൂടിയതിൻ്റെ ഭാഗമായി വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്വാഭാവികമായിട്ട് ഒഴുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അടിയന്തരമായിട്ടും ആ ഒഴുക്ക് ശരിയാവുന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വലിയ മഴ പെയ്താലും
ഈ പ്രദേശത്തിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് നഗരസഭ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വളരെ സമയബന്ധിതമായി തന്നെ ജീവനക്കാരെല്ലാം ചേർന്നുകൊണ്ട് ആ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനിത കെ, കൃഷ്ണ പി പി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ലാൽ, ശ്യാം കൃഷ്ണൻ ഒ കെ, അജിത കെ വി, സബിത ആർ, അബ്ദുൽ ഖാദർ എന്നിവർ സരിൻ ശശിക്കൊപ്പം സന്ദർശനത്തിനായി എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLA വി കുഞ്ഞികൃഷ്ണന് സ്വീകരണം നൽകി. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLA വി കുഞ്ഞികൃഷ്ണന് സ്വീകരണം നൽകി. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ കൂടെ 50 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന ആളാണ് കുഞ്ഞികൃഷ്ണൻ. 50 വർഷക്കാലം എന്തായിരുന്നു 50 വർഷം മുമ്പ് പാർട്ടിയുടെ അവസ്ഥ? 50 വർഷത്തിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്ത്? ലോകത്ത് ഈ പാർട്ടി ഉണ്ടായിട്ട് 1905 റഷ്യയിൽ വിപ്ലവം നടത്തി, അത് പരാജയപ്പെട്ടു. 1917 റഷ്യൻ വിപ്ലവം വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങളിലും വിപ്ലവങ്ങളുണ്ടായി. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ, ആ ഭരണകൂടങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ തകർന്നടിഞ്ഞു. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ ആവർത്തിക്കുമെന്ന് പലരും മുന്നറിയിപ്പ് കൊടുത്തു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പുതിയ ചേംബർ ഭരണസമിതി അംഗങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി J സെബാസ്റ്റ്യൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശയ പദ്ധതി സഹായ വിതരണം ജില്ലാ ട്രഷറർ MP തിലകൻ വിതരണം ചെയ്തു. V നന്ദകുമാർ, VP സുമിത്രൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, സലീം രാമനാട്ടുകര, ഗീത രമേശൻ, KV നന്ദിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാമിമുക്കിൽ വൻ തീപിടുത്തം. ഒഴിഞ്ഞ പറമ്പിൽ പടർന്ന തീ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ശ്രമഫലമായാണ് നിയന്ത്രണ വിധേയമാക്കിയത്. സ്വാമിമുക്കിൽ വൻ തീപിടുത്തം. വൈകിയിട്ട കാടുകളിലാണ് തീ പടർന്നത്. 8 ഏക്കറോളം സ്ഥലം പൂർണ്ണമായും കത്തിയമർന്നു. സ്വാമിമുക്കിലെ യുവാക്കളുടെ സമയോചിതമായ ഇടപെടലാണ് ജനം തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയെ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത്. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. ചെറുവത്തൂർ കാടങ്കോട്ടെ ഷറഫുദ്ദീന്റെയാണ് തീപിടുത്തമുണ്ടായ പറമ്പ്. ഇത് ആൾക്കാരെ, ഓരോ പറമ്പിൻ്റെ ആൾക്കാർ അവരുടെ സൗകര്യം നോക്കിയിട്ട് പറമ്പിൽ എല്ലാം കാടെല്ലാം കൊത്തി വൃത്തിയാക്കി കൂട്ടിയിട്ട് തീ കത്തിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് തീ അങ്ങനെ ആളിപ്പെടേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ച് ആൾക്കാർ കത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് തീ ഉണ്ടാവുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എടനാട് തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 20 വർഷങ്ങൾക്കു ശേഷം 2027 ജനുവരി 10 മുതൽ 13 വരെ നടക്കുന്ന എടനാട് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. 100 വർഷമായി ആ കല്യാണം നടന്നു. പിന്നീട് നടന്ന 1987 നമ്മൾ പറഞ്ഞ 1987 നടന്നത്. ഈ 1987 പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ആദ്യമായി ഈ കളിയാട്ടവുമായി സഹകരിക്കുന്ന പുതുതലമുറയിൽ ആളുകളുണ്ടാവും. ഒരു 25 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള കൃത്യമായി 1987 കളിയാട്ടത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവും അല്ലേ? ഒരു 30 വയസ്സുള്ളവർക്ക് നല്ല ഓർമ്മയുണ്ടാവും 1987 നടന്ന കളിയാട്ടം. അല്ലാത്തവർക്കൊന്നും, അല്ലെങ്കിൽ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സായ ആളുകൾക്കൊന്നും ഈ 1987 നടന്ന കളിയാട്ടത്തെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല. തെക്കടവൻ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. K രാജഗോപാലൻ മാസ്റ്റർ, സുനിൽകുമാർ മുത്തത്യൻ, വിജയൻ അടുക്കാടൻ, മുരളീധരൻ മുത്തത്യൻ, സാജു മുത്തത്യൻ, ക്ഷേത്രകാരണവന്മാർ, ആചാരക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. എടിച്ചേരി പ്രസന്ന ചടങ്ങിൽ വെച്ച് പെരുങ്കളിയാട്ട ഫണ്ടിലേക്ക് സംഭാവന നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റ് സമ്മേളനം കാങ്കോലിൽ നടന്നു. ജില്ലാ സെക്രട്ടറി K പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റ് സമ്മേളനം CPIM കാങ്കോൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു. ജില്ലാ സെക്രട്ടറി K പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംഘടന 93 ഇതിൻ്റെ ഈ പെൻഷൻ പദ്ധതി
ലോക്സഭയിലുള്ള AKG അടക്കമുള്ളവരെയൊക്കെ അന്ന് ആലോചിച്ച് പരിപാടിയൊക്കെ നടപ്പാക്കി ഇതിനെപ്പറ്റി ആലോചിച്ച് റീഡിയൻകാരൊക്കെ ആലോചിച്ച് നടപ്പാക്കിയൊരു വ്യവസ്ഥയാണ്. 1952 ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ പല ഭാഗത്തും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന AKGയോടൊപ്പം പോവുകയും നമ്മൾ ഉൽപ്പാദന രംഗത്ത് കാർഷിക രംഗത്തടക്കം ഒക്രാനങ്കൽ പദ്ധതിയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ്. കൃഷിന്നൊക്കെ അതിൻ്റെ പാഠങ്ങൾക്കുണ്ട്. CK രവി അധ്യക്ഷത വഹിച്ചു. PF മിനിമം പെൻഷൻ 9,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. P വാസന്തി, മൂലച്ചേരി നാരായണൻ, KV രാജൻ, AV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോഴി വളർത്ത് സഹകരണ സംഘത്തിൽ നിന്ന് വിരമിച്ച CP ഗോപിക്ക് വെള്ളൂർ ചന്ദൻകുഞ്ഞ് സ്മാരക ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുൻ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 38 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം പയ്യന്നൂർ കോഴി വളർത്ത സഹകരണ സംഘത്തിൽ നിന്ന് വിരമിച്ച CP ഗോപിക്ക് വെള്ളൂർ ചന്ദൻകുഞ്ഞ് സ്മാരക ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. മുൻ MLA C കൃഷ്ണൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 38 വർഷക്കാലത്തെ ഒരു സേവനമാണ്. അതുപോലെ 58ാമത്തെ വയസ്സിൽ വിരമിക്കുമ്പോൾ പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് V നാരായണൻ സ്നേഹോപഹാരം നൽകി. സംഘം പ്രസിഡന്റ് N ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KV സുധാകരൻ, E ഭാസ്കരൻ, M സുനിൽകുമാർ, KV ദിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CP ഗോപി മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുപ്പാറയിൽ കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പട്ടം പ്രഭാകരൻ ക്ലാസ് എടുത്തു. കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനം ജൂൺ 20-21 തീയതികളിൽ മാതമംഗലത്ത് നടക്കും. മുന്നോടിയായി കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പാറയിൽ കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പട്ടം പ്രഭാകരൻ ക്ലാസ് എടുത്തു. ആധുനിക കൃഷി എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ അപ്പോൾ കൃഷിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് നമുക്കെല്ലാം. പക്ഷെ പ്രധാനമായും ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ കാർഷിക അനുബന്ധ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായിട്ടൊക്കെയാണ് കൃഷി നമ്മൾ കൊണ്ടു നടക്കുന്നത്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃഷി എന്ന പേര് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അഗ്രികൾച്ചറാണ് കൃഷി പറഞ്ഞത്. അഗ്രികൾച്ചർ. KM ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. KP ഗോപാലൻ, PV ബാലൻ, V രതീഷ്, K രത്നാമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ഫുട്ബോൾ ഫ്രണ്ട്സ് വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി വെറ്ററൻ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. ആണൂർ ടറഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി കരിവെള്ളൂർ ഫുട്ബോൾ ഫ്രണ്ട്സ് വെറ്ററൻ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. ആണൂർ ടറഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക ഫുട്ബോൾ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ലോക ഫുട്ബോൾ മത്സരം അത് ഈ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും വലിയ ആവേശമുണ്ടാക്കുന്നതാണ് എന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. K നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗസൽ ഗായകൻ അലോഷി ചടങ്ങിൽ മുഖ്യാതിഥിയായി. KV ഗോപാലൻ, ഷീബ മുരളി, അനിൽ കരിവെള്ളൂർ, രഞ്ജിത്ത്, സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. SFI കുഞ്ഞിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജൻ ബ്രദേഴ്സ് വോളിബോൾ ക്ലബ്ബുമായി സഹകരിച്ച് സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു ഉദ്ഘാടനം ചെയ്തു.
ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി SFI കുഞ്ഞിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജൻ ബ്രദേഴ്സ് വോളിബോൾ ക്ലബ്ബുമായി സഹകരിച്ച് സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു ഉദ്ഘാടനം ചെയ്തു. അനന്യ അധ്യക്ഷത വഹിച്ചു. PV ശ്യാംനാഥ്, സൂരജ്, രാജൻ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. NK ഭാസ്കരൻ പയ്യന്നൂർ എഴുതി പാഴൂർ ഗുരുനാഥൻ ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന പാഴൂർ ഗുരുനാഥൻ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പുസ്തക പ്രകാശനം നിർവഹിച്ചു. NK ഭാസ്കരൻ പയ്യന്നൂർ എഴുതി ശ്രീ പാഴൂർ ഗുരുനാഥൻ ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന പാഴൂർ ഗുരുനാഥൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പാഴൂർ പടിപ്പുരയിലെ ഡോക്ടർ അഞ്ജനയ്ക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇവിടെ ഈ നല്ല സദസ്സിന് സാക്ഷിയാകുവാൻ, കർമ്മത്തിന് സാക്ഷിയാകുവാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പാഴൂർ ഗുരുനാഥൻ എന്താണ്, എങ്ങനെയാണെന്ന് പുസ്തകത്തിൽ പറയേണ്ട ആവശ്യം. എല്ലാവരും പുസ്തകം വാങ്ങിച്ച് വായിക്കണം. പാഴൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് കേൾക്കാത്ത ആൾക്കാരും ഉണ്ടായില്ല. ധാരാളമായിട്ട് കേട്ടവരായിരിക്കും, അതിൻ്റെ കഥ അറിഞ്ഞവരായിരിക്കും, അഥവാ അവിടെ പോകാത്ത ആൾക്കാർ ധാരാളം പേരുണ്ടെങ്കിൽ ഒരു തീർത്ഥാടനമായിട്ട്, തീർത്ഥയാത്രയായിട്ട് അവിടെ പാഴൂർ പടിപ്പുര സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുകയാണ്. TP ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജ്യോതിർഗണിതാചാര്യ പണ്ഡിറ്റ് സദനം നാരായണൻ ജോത്സ്യർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അനുഗ്രഹ ഭാഷണവും നടത്തി. പുസ്തകരചയിതാവ് NK ഭാസ്കരൻ പയ്യന്നൂരും ശ്ലോകരചയിതാവ് പയ്യന്നൂർ സൂരജ് ബാലജ്യോതിയും മറുപടി ഭാഷണം നടത്തി. KK സുധാകരൻ, K വിജയകുമാർ, CP രാജേഷ്, TV നാരായണൻ, ബാലകൃഷ്ണൻ ജോത്സ്യർ കള്ളാർ, ബാഹുലയൻ ജോത്സ്യർ, S ഗോവിന്ദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.